ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇറങ്ങിയിരിക്കേണ്ടത് നമ്മളുടെ കല്യാണത്തിന് മന്ത്രകോടി എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എറണാകുളത്ത് നിന്നാണ് എടുക്കണേ, ഷീമാട്ടിയിലേക്ക് പോകാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പം അങ്ങോട്ട് പോവാണ്. അപ്പം ഇനി അവിടെ പോയിട്ട് വേണം തീരുമാനിക്കാൻ ഏത് കളർ എടുക്കണം എന്നൊക്കെ. അതൊന്നും തീരുമാനിച്ചില്ല, പെട്ടെന്നായിരുന്നു ഇവിടെ നമ്മൾ തീരുമാനിച്ചത് എങ്ങനെയെന്ന് പോവാന്ന്. അപ്പോൾ സ്റ്റെബിയുടെ വീട്ടിൽ നിന്ന് ചേച്ചിയും ആൻറ്റി എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അവർ ഓൺ ദ വേ ആണ്. അപ്പം നമ്മളിനി അവിടെ പോയിട്ട് ജോയിൻ ചെയ്യും. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പം നമ്മൾ ആദ്യം ഫുഡ് കഴിക്കുമോ എന്നിട്ട് ഡ്രസ്സ് എടുക്കുമോ അതോ ഡ്രസ്സ് എടുത്തിട്ട് ഫുഡ് കഴിക്കുമോ എന്നുള്ള തീരുമാനത്തിൽ എത്തിയിട്ടില്ല കേട്ടോ. അതിൻ്റെ ഡിസ്കഷൻ ഓൺ ഗോയിങ് ആണ് ഇപ്പോഴും. അപ്പം എന്തായാലും ഇനി അവിടെ പോയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഷീമാട്ടി എത്താനായി. എന്താ ഷീമാട്ടി ചൂസ് ചെയ്യാനുള്ള കാരണം? അറിയില്ല, ചേച്ചി അവിടെ പോകുന്നു. ആണോ? ഈ വയസ്സായി നിനക്ക് വൈറ്റ് ഹെയർ ഫുള്ള്. നമ്മളപ്പോ ഫുഡ് കഴിക്കുന്നില്ല അല്ലേ? ഇപ്പൊ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടാണോ ഫുഡ് അടി? നിനക്ക് ഷോപ്പിംഗ് ആണോ ഇമ്പോർട്ടന്റ്, ഫുഡ് അടിയാണോ ഇമ്പോർട്ടന്റ്? ഷോപ്പിംഗ് പെട്ടെന്ന് കഴിഞ്ഞാ ഫുഡ് കഴിക്കാം. അങ്ങനെയാണോ? നിങ്ങൾ പെട്ടെന്ന് എടുത്ത് ഇറങ്ങി വരുമല്ലോ. ഓ, ബുദ്ധിപരമായ നീക്കമാണ്. തൊപ്പി വാപ്പി കയറാൻ പറ്റി. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ നല്ല വെയിലാണല്ലോ. നമ്മൾ ഇവിടെ ഇട്ട് ഇവിടെ ഇടും. ഞങ്ങള് ഇവിടെ ഇടും. ആ, താങ്ക് യു. അവിടെ ഭയങ്കര വെയിലല്ലേ? നമ്മളിവിടെ എത്തി. വൗ, സ്റ്റൈൽ. അങ്ങനെ നമ്മൾ ഷീമാട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു ഉച്ച സമയമൊക്കെ നമ്മളാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. നേരെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ സ്റ്റെപ്പിട്ട് ചേച്ചി ആൻ്റെയൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ ഫിറ്റിംഗ് സാരി എടുക്കുന്ന ഫ്ലോറിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോയി. പിന്നെ നമ്മൾ സാരി നോക്കാൻ നോക്കി. അപ്പോൾ അവിടെ അന്ന് ബീനാക്കണ്ണൻ ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരി എന്തൊക്കെയൊക്കെയോ ഡിസ്കഷനിലായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ സാരി നോക്കാൻ തുടങ്ങി, നമ്മുടെ മന്ത്രകോടി. അപ്പോൾ ആദ്യം ഗോൾഡൻ ഷെയ്ഡ്, അങ്ങനെ പേസ്റ്റൽ ഷെയ്ഡ്സ് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിൽ കുറച്ച് കളക്ഷൻസ് അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പേസ്റ്റൽ ഷെയ്ഡ് മാത്രമായിട്ട് ഗോൾഡൻ വിട്ടിട്ട് പേസ്റ്റൽ ഷെയ്ഡ്സ് മാത്രം കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും വെച്ച് നോക്കിയപ്പോൾ വലിയ രസമുണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷീമാട്ടിയിലധികം ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ എല്ലാം പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ അത് കാരണം വീഡിയോസൊന്നും നമുക്കധികം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഞാൻ ആരും കാണാണ്ട് പതുക്കെ കുറച്ച് ക്ലിപ്സ് എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളവിടെ നിന്നൊരു സാരി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറുതായിട്ട് ഇതിൽ ഇതാണ് ഈ ഒരു കളറാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് സാരി. അപ്പം വേറെ വീഡിയോസ് അല്ലെങ്കിൽ വേറെ സാരി ട്രൈ ചെയ്യുന്നതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം അതെല്ലാം അവിടെ അല്ലായിരുന്നു. അവിടെ ഫോട്ടോസും പറ്റില്ല, വീഡിയോസും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം കസ്റ്റമർ സർവീസ് കുറച്ച് മോശമായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ നേരെ സാരി എടുത്തു, എന്നിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. തൊപ്പി വാപ്പയിൽ പോയിട്ട് ബിരിയാണി കഴിച്ചു. അങ്ങനെ ബിരിയാണിയും പിന്നെ എന്താ 65 അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ജയലക്ഷ്മി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് സാരി എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി എന്നിട്ട് സാരി ഏതൊക്കെ വേണ്ടായിരുന്നു, അവിടെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം നമ്മൾ നോക്കി അവിടുന്ന് സാരിയെല്ലാം മേടിച്ചു. പിന്നെ നമ്മളവിടുന്ന് ഓരോരോ സാരി നോക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് ട്രൈ ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നെ അവിടുന്ന് നമ്മൾ ഫുൾ ഓണായിരുന്നു കേട്ടോ. ജെൻസിൻ്റെ വായിലിട്ട് കണ്ട കളറൊക്കെ വരുത്തിയിട്ട് നല്ല രസമായിരുന്നേ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. മന്ത്രകോടി എടുക്കുന്ന വീഡിയോ ഒക്കെ കുറച്ചും കൂടി നന്നായി ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്തോ അൺഫോർച്ചുനേറ്റ്ലി ഷീമാട്ടിൽ അങ്ങനെ വീഡിയോസും ഫോട്ടോസും എല്ലാം അവിടെ അല്ലായിരുന്നു. പക്ഷേ ഇനി നല്ല വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺ ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.